ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും എങ്ങനെ പോകുന്നു? മഴയും കാര്യങ്ങളും ഒക്കെ. എനിക്കിവിടെ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നു. അപ്പം ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇനിയും ഡെയിലി ഇടണമെന്നൊക്കെയാണ് ആഗ്രഹം. ദൈവം അനുവദിച്ച് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പച്ച തക്കാളിയാണ് കേട്ടോ. പച്ച തക്കാളി നമ്മളിതുപോലെ എന്ത് പച്ചക്കറികളാണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്നാണ് പറയുന്നത്. എപ്പോഴും ഞാനിവിടെ ഒരു സിസേഴ്സ് വെക്കുന്നതാണ്. പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ട് അതവിടെ ഇരിക്കില്ല. പേപ്പർ കട്ട് ചെയ്യാനോ ആവശ്യങ്ങൾക്കൊക്കെ കുഞ്ഞ് കാണുവാണെങ്കിൽ അതങ്ങ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളും പച്ചമുളകും എല്ലാം നമ്മളുടെ ഈ കുഞ്ഞ് കൃഷി തോട്ടത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കുക. നിങ്ങൾക്കും ഇതുപോലൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത് ഉണ്ടായി കാണുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. പച്ച തക്കാളിക്ക കൊണ്ടുള്ള തോരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ മമ്മി എൻ്റെ കുഞ്ഞുനാളിലെ തൊട്ടേ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. നമ്മളില്ല മാങ്ങയൊക്കെ തോരൻ ഉണ്ടാക്കുമല്ലോ. ചിലരുണ്ടാക്കുമായിരിക്കും മാങ്ങായും ചെമ്മീനൂടൊക്കെ ഇട്ടുണ്ടാക്കും. എൻ്റെ വീട്ടിൽ മാങ്ങ മാത്രം ഇട്ട് തോരൻ ഉണ്ടാക്കും. മാങ്ങ പറ്റിക്കുക എന്ന് പറയും അതിന്. ആ ഒരു ടേസ്റ്റാണ് കേട്ടോ പച്ച തക്കാളിക്ക കൊണ്ടുള്ള തോരന്. ഇതിപ്പം പഴുത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഒരു 2 എണ്ണം മതിയായിരിക്കും ഒരു കറിക്ക്. അത്രയും എരിവുള്ള ഒരു ടൈപ്പ് തൈയാണ് നമുക്ക് ഇത്തവണ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കറികൾക്കും ഒരു 2 പച്ചമുളക്, അതാണ് ഈ ഒരു മുളകിൻ്റെ കണക്ക് കേട്ടോ. നമ്മളിത് ഇതുപോലെ പഴുക്കുമ്പോഴത്തേക്ക് ഉണങ്ങിയിട്ട് വീണ്ടും കുഴിച്ചിടും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് പച്ചക്കറിയൊക്കെ പറിക്കാൻ വരുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പാലക്കാണ് കേട്ടോ. ഇവിടുത്തെ പച്ചക്കറികൾക്ക് വലിയ കേടുപാടോ പുഴുക്കേടോ അങ്ങനെയൊന്നും വരാറില്ല. നിങ്ങൾക്ക് ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. വീട്ടിലെ കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലി മുട്ടത്തോട് അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ച് ചേർക്കുകയാണ് വളമായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒന്നിനും അങ്ങനെ പുഴുക്കേടോ ഒന്നുമില്ല. നിങ്ങൾക്ക് ബ്രിഞ്ചാളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാം നല്ല ഫ്രഷായിട്ട് പുഴുക്കുത്തോ ഒന്നുമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇത് നാരകമാണ് കേട്ടോ. എന്ത് നാരകമാണെന്ന് എനിക്കറിയില്ല. പപ്പ കുഴിച്ചു വെച്ചതാണ്. ഇതുപോലെ പച്ചമുളക് നമ്മൾ പറിച്ചിട്ട് അപ്പം തന്നെ വെയിലത്ത് ഉണങ്ങാൻ വെക്കും. ആവശ്യമുള്ളത് നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. ഈ തോരൻ നമുക്ക് കഴിക്കണമെങ്കിൽ വീട്ടിൽ തക്കാളിയുടെ തൈ മേടിച്ച് കുഴിച്ചു വെച്ചാലേ നടക്കുകയുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് ചെടിച്ചട്ടിക്കകത്തിൽ കുഴിച്ചു വെച്ചാൽ അത് അവിടെ നിന്ന് ആയിക്കോളും. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഉണ്ടാവും. ഷോപ്സിലൊന്നും പച്ചത്തക്കാളി അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആത്തക്കയാണ് കേട്ടോ. ആത്തക്ക ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ആത്തക്കയോട് വലിയ ഇഷ്ടമില്ല. പക്ഷേങ്കിൽ നമ്മളുടെ എന്താണ് സപ്പോട്ടയ്ക്ക എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ചിക്കു നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ചിക്കു ഷേക്കൊക്കെ കടകളിലൊക്കെ കിട്ടില്ലേ. അപ്പോൾ നമ്മൾ തോരൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ചതയ്ക്കണം. എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഒരു കുഞ്ഞ് 1-2 ചെറിയ ഉള്ളിയോ ഒരു അരമുറി സവോളയോ കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ ടേസ്റ്റ് നല്ല കൂടും കേട്ടോ. എന്നിട്ട് ഈ പച്ചത്തക്കാളിയും കൂടെ കട്ട് ചെയ്തിടുക. ഒരാവി കയറിയാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. എന്ത് രസമാണല്ലേ കഴിക്കാനും. അതേപോലെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പറ്റുകയാണെങ്കിൽ ഒരു 1-2 തക്കാളി ചെടിയൊക്കെ കുഴിച്ചു വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തോരൻ പെട്ടെന്ന് തന്നെ റെഡിയാകും. ഇതൊക്കെ എത്ര ടേസ്റ്റാണെന്ന് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറെ തവയിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ.